ഹലോ ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം സമയം കളയുന്നില്ല. പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. പ്രൊജക്ട് ടൈഗർ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എടുത്തു പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ലെസൺ ആയിരിക്കും. പ്രൊജക്ട് ടൈഗർ 3 പാർട്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം. ആദ്യ പാർട്ടിൽ ഹോളിവുഡ് സിനിമകളെ കുറിച്ച് സത്യജിത്രയെ സംസാരിക്കുന്ന ഒരു ഭാഗം, അതുപോലെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഭാഗമാണ്, ആ ഒരു ഗൂബി ഗൈൻ ബാഗാബൈൻ എന്ന് പറയുന്ന സത്യജിത്രയുടെ ടൈഗറിനെ വെച്ചെടുത്തിട്ടുള്ള സിനിമയെ കുറിച്ച് പറയുന്ന ഭാഗം. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ല, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ട് ഭാഗമായിട്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാം, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ലെസനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, മേജർ ഇവന്റ്സിലെ ആദ്യത്തെ ഇവന്റ് ആയിട്ട് പറയുന്നു, ഹോളിവുഡ് ഈസ് ഫേമസ് ഫോർ മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ്. അനിമൽസിനെ വെച്ച് സിനിമ എടുക്കുന്നതിൽ ഹോളിവുഡ് എന്താണ്, ഭയങ്കര ഫേമസ് ആണ്. അതിന് റിൻടിൻറ്റിനും അതുപോലെ തന്നെ ലാസി എന്ന് പറയുന്ന ഡോഗിന്റെയും പറ്റി മെൻഷൻ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചോദ്യം ആ ഭാഗത്ത് വന്നാൽ. ആനിമൽ ആക്ടേഴ്സ് ഏൺ സെയിം മണി ആസ് ദ റിയൽ ഫിലിം സ്റ്റാർസ്. യഥാർത്ഥ നടന്മാർക്ക് കിട്ടുന്ന അത്ര തന്നെ തുക ആർക്കും കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിമൽ ആക്ടേഴ്സും കിട്ടാറുണ്ടെന്നും സത്യജിത്രേ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ഹാവ് സ്റ്റാൻഡിൻസ്. അനിമൽ ആക്ടേഴ്സിനും ഹോളിവുഡിൽ എന്തിനെ ഉപയോഗിക്കുന്നു, സ്റ്റാൻഡിൻസിനെ ഉപയോഗിക്കുന്നു അല്ലെ. ക്യാമറമാൻ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്ന് നിൽക്കാനും മറ്റുമൊക്കെ ആയിട്ട് അനിമൽസിനെ അല്ല ഉപയോഗിക്കുക, അനിമൽസിന് പകരം അവർ എന്തിനു ഉപയോഗിക്കും, സ്റ്റാൻഡിൻസ് ആയിട്ട് മനുഷ്യന്മാരെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അവിടെ ആ ഒരു ഭാഗത്ത് കണ്ടു. ഇനി ഞാനതിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ കുറിച്ച് പറയുന്നില്ല. ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ എടുത്ത ഒരു ഡയറക്ടറാണ് ആര്, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. വൺ ഓഫ് ദ ഫേമസ് ഹിസ്റ്ററി ഫിലിം മേക്കർ ആണ് ആര്, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് റേവൻസ് എന്ന് പറയുന്ന ക്രോ ഫാമിലിയിലെ ബേർഡ്സിനെ ആവശ്യമായി വരികയും അതിനെ വെച്ച് ആ സിനിമ എടുത്ത വ്യക്തിയാണ് ആര്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്നും മൈൻഡിൽ സൂക്ഷിക്കുക കേട്ടോ. ഒരു പാരഗ്രാഫ് നമ്പർ 5 and 6, 5th and 6th പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ മെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നു. സത്യജിത്ര നീഡ്സ് എ ടൈഗർ ഫോർ എ സീൻ ഇൻ ഹിസ് ഫിലിം ഗൂബി ഗൈൻ ബാഗാബൈൻ. തന്റെ ഗൂബി ഗൈൻ ബാഗാബൈൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് അദ്ദേഹത്തിന് എന്തിനു ആവശ്യമായിട്ട് വരുന്നു, ഒരു ടൈഗറിനെ ആവശ്യമായിട്ട് വരുന്നു. ഹി മീറ്റ്സ് ദ സർക്കസ് മാനേജർ ആൻഡ് മിസ്റ്റർ തൊറാട്ട് ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹം അതിന്റെ ആവശ്യാർത്ഥം ഭാരത് സർക്കസ് കമ്പനിയുടെ മാനേജറെയും അതുപോലെ മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന റിംഗ് മാസ്റ്ററെയും എന്ത് ചെയ്യാണ്, കണ്ടുമുട്ടുകയാണ്. ദേ അഗ്രി ടു ബ്രിങ് എ ടൈഗർ ഫോർ ഷൂട്ടിംഗ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ടൈഗറിനെ കൊടുക്കാൻ സമ്മതിക്കുന്നു. ആൻഡ് ദ ലോറി അറൈവ്ഡ് വിത്ത് 2 വെൽഫെറ്റ് ടൈഗേഴ്സ് നിയർ ദ ബാംബു ഗ്രോവ്സ് അറ്റ് നോത്തുൺ ഗ്രാം. നോത്തുൺ ഗ്രാമിലാണ് ആദ്യത്തെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ നോത്തുൺ ഗ്രാമിലേക്ക് നമ്മുടെ മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്യുന്നു, 2 ടൈഗർ, ഒരു ടൈഗറിനെ ചോദിച്ചു, പക്ഷെ വന്നപ്പോ എത്ര എണ്ണം ഉണ്ട്, 2 വെൽഫെറ്റ് ടൈഗേഴ്സുമായിട്ടാണ് ബാംബു ഗ്രോവില്, നോത്തുൺ ഗ്രാമിലെ ബാംബു ഗ്രോവിലേക്ക് ആര് വന്നിട്ടുണ്ടായിരുന്നത്, മിസ്റ്റർ തൊറാട്ട് വന്നിട്ടുണ്ടായിരുന്നത്. The tiger jumps out of the cage and prances around scaring the villagers. പക്ഷേ നോർത്തേൺ ഗ്രാമില് ആ ഒരു സീനെല്ലാം മൊത്തത്തിൽ കുളമാക്കി കൊടുത്തു ആര്, നമ്മുടെ ടൈഗർ. എന്താ ചെയ്തേ, the tiger jumps out of the cage and prances around scaring the villagers. അവിടെ തടിച്ചു കൂടിയിരുന്ന വില്ലേജേഴ്സിനെ എല്ലാം പേടിപ്പിച്ചുകൊണ്ട്, അതുപോലെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാം പേടിപ്പിച്ചുകൊണ്ട് ആ ഒരു ടൈഗർ ആ സീൻ മൊത്തത്തിൽ എന്താക്കുന്നു, വയലന്റ് ആക്കി മാറ്റുന്നു. അവിടെ ആകെ ജമ്പ് ചെയ്ത് ചാടി തിമർത്ത് മറിഞ്ഞു കൊടുത്തു ആര്, ഈ ഒരു ടൈഗർ. ഈവൻ മിസ്റ്റർ തൊറാട്ട് കുഡിൻ കൺട്രോൾ ഇറ്റ്. ആ ഒരു ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പോലും പറ്റിയില്ല, മിസ്റ്റർ തൊറാട്ടിന് പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദ ഷൂട്ടിംഗ് വാസ് എ ഫെയിലിയർ ആസ് ദി ക്യാമറ ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ആ ഒരു ഷൂട്ടിംഗ് മൊത്തത്തിൽ കുളമായി. കാരണം എന്താ, ക്യാമറ ഡിഡിന്റ് വർക്ക് വെൽ. ക്യാമറ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റീഷൂട്ടിംഗ് ഡിസൈഡഡ് അറ്റ് ബോറൽ. ബോറൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് മാറ്റുന്നു, ഷൂട്ടിംഗ് മാറ്റുന്നു. ദ ടൈഗർ ഡിഡ് ഇറ്റ്സ് പാർട്ട് വെൽ, ദ ഷൂട്ടിംഗ് വാസ് സക്സസ്ഫുൾ. അങ്ങനെ ബോറലിൽ വെച്ചിട്ട് ടൈഗർ അങ്ങനെ അത്ര മോശമായിട്ടൊന്നും പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഒന്ന് അലമ്പായെങ്കിലും പിന്നീട് അവിടെയുള്ള വില്ലേജേഴ്സിനെ എല്ലാം മാറ്റി പായിപ്പിച്ചെങ്കിലും അത് കഴിഞ്ഞതോടുകൂടി ടൈഗർ കാമാവുന്നു. ആൻഡ് ദ ഷൂട്ടിംഗ് വാസ് എ സക്സസ്ഫുൾ. എന്ന് വെച്ചാൽ നോർത്തേൺ ഗ്രാമിൽ ഷൂട്ടിംഗ് ഫെയിലിയർ ആയി പോയെങ്കിലും ബോറലിൽ വെച്ച് നടന്ന ഷൂട്ടിംഗ് എന്തായി, ഒരു സക്സസ് ആയി മാറി എന്നതോട് കൂടിയിട്ട് എന്ത് അവസാനിക്കുന്നു, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അതോടുകൂടി അവിടെ അവസാനിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന മേജർ ഇവന്റ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ലെസൺ മെമ്മറിയിലേക്ക് കൊണ്ടുവരാനും അതിൽ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്ക് ആൻസർ പ്രിപ്പയർ ചെയ്യാനും സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.